ഓക്കെ, സോ ഇതാണ് റിയൽമി 12 Pro ആൻഡ് 12 Pro Plus. സോ ഏതാണ് 12 Pro, ഏതാണ് 12 Pro Plus എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ 100 രൂപ തരാം. അല്ല വേണ്ട, 1000 രൂപ തരാം. ഇതാണ് ബാക്ക്, ഇതാണ് ഫ്രണ്ട്, സൈഡ്, ടോപ്പ്, ബോട്ടം. കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങൾക്കെന്നല്ല, ഈവൻ ഈ 2 ഫോൺസ് ഉണ്ടാക്കിയ റിയൽമിക്ക് പോലും ഈ ഡിസ്റ്റൻസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. ഓക്കെ, കാരണം സെയിം ഡിസൈൻ, സെയിം കർവ് ഡിസ്പ്ലേ, അതേ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം, സെയിം വീഗൻ ലെതർ മെറ്റീരിയൽ, കയ്യിലെടുക്കുമ്പോൾ ഫീൽ ആവുന്ന വെയിറ്റ്, ഇൻ ഹാൻഡ് ഫീൽ, ഈവൻ കളർ ഓപ്ഷൻസും സെയിം ആണ്. യെസ്, 12 Pro Plusൽ ഈ കാണുന്ന ഒരു സ്പെഷ്യൽ റെഡ് കളർ റിയൽമി തന്നിട്ടുണ്ട്. ബാക്കി 2 കളേഴ്സ് എക്സാക്ട്ലി സെയിം ആണ്. അറ്റ്ലീസ്റ്റ് കളർ ഓപ്ഷൻസ് എങ്കിലും സെപ്പറേറ്റ് തന്നൂടെ? സോ ഡിസൈനിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ക്യാമറ മോഡലിന്റെ മേളിൽ എഴുതിയിരിക്കുന്ന ഈ സംഭവം. സോ 12 Pro Plusന്റെ മേളിൽ 120x എന്ന് എഴുതിയിട്ടുണ്ട്, 12 Proയുടെ മേളിൽ 20x എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു സാധാരണ കസ്റ്റമർ ഈ റിയൽമി 12 Pro സീരീസ് വാങ്ങാൻ വേണ്ടി കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, സെയിം ഡിസൈൻ, കയ്യിലെടുക്കുമ്പോൾ സെയിം ഫീൽ. പിന്നെ ക്യാമറ എടുത്ത് നോക്കിയാലും ഒറ്റ നോട്ടത്തിൽ അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും അറിയാൻ പറ്റൂല. ക്യാമറയുടെ പെർഫോമൻസ് ആണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാറ്ററി ആണെങ്കിലും ചാർജിങ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. സോ 12 Pro Plusന് വേണ്ടി 5000 rupees കൂടുതൽ കൊടുക്കണോ? പിന്നെ ഒരു ഗോൾഡൻ ആക്സെന്റ് ഉണ്ട് ക്യാമറ മോഡലിന് ചുറ്റുമാണെങ്കിലും, നടുക്കുള്ള ആ ഒരു സിപ്പ് പോലത്തെ സെറ്റപ്പ് ഉണ്ടോ. ഇത്തവണ ഫ്രണ്ടും ബാക്കും കർവായിട്ട് വരുന്നുണ്ട്. ഓവറോൾ ആ ഒരു ഫ്രെയിം ഒക്കെ ഗോൾഡൻ കളറിലാണ് വരുന്നത്. കാണാൻ രസമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അതായത് ഒരു ഓഫ്ലൈൻ സെൻട്രിക് ഫോണിന്റെ ഫീലാണ് കിട്ടുന്നത്. സോ ഓഫ്ലൈൻ മാർക്കറ്റിൽ ഓപ്പോ, വിവോയുടെ ഫോൺസ് വാങ്ങാൻ വന്നവർ മിക്കവാറും ഈ റിയൽമി 12 Pro സീരീസ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എനിവേ ഈ ഡിസൈനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. 2 ഫോൺസും എക്സാക്ട്ലി സെയിം പാക്കേജിങ്ങിലാണ് വരുന്നത്. ബോക്സിൽ ഫോൺ ഉണ്ട്, ട്രാൻസ്പെറന്റ് TPU കേസ്, ഡോക്യുമെന്റ്സ്, 67 വാട്ടിന്റെ ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. റിയൽമി ഇപ്പം മറ്റ് ബ്രാൻഡുകൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് ആ കട്ടിയുള്ള സിലിക്കോൺ ബ്ലാക്ക് കേസ് ഒക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിലും തരാമോ. പിന്നെ ചാർജിങ് കപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്, അതായത് ചാർജിങ് പവർ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട് 100 വാട്ടോ 120 വാട്ട് എങ്ങാണ്ടായിരുന്നു. ഇത്തവണ അത് വീണ്ടും 67 വാട്ടിലേക്ക് കുറച്ചിട്ടുണ്ട് റിയൽമി. 2 ഫോൺസിലും നല്ല ക്വാളിറ്റി ആംബുലർ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ കർവ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ഫോൺസിലുള്ള ഡിസ്പ്ലേസ് ഇഷ്ടപ്പെടും. ഓക്കെ, യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടിയാണെങ്കിലും TV സീരീസ്, മൂവീസ് ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നോ ഇഷ്യൂസ്, അത്യാവശ്യം ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ ഓക്കെ ആണ്. 120 Hz സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, അത് ഈ 2 ഫോണിന്റെ UI നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പക്ഷേ എല്ലാ ആപ്ലിക്കേഷനിലും ഈ 120 Hz കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് കണ്ടില്ലേ, 60 Hz റിഫ്രഷ് ആവുന്നത്. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ പ്ലേ സ്റ്റോർ ഒക്കെ 90 Hz വർക്ക് ആവുന്നത്. പ്ലേ സ്റ്റോറും ക്രോം ഒക്കെ 90 Hz ആണ്. എന്നാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ട്വിറ്ററിലൊക്കെ 120 Hz കിട്ടുന്നുണ്ട്. പിന്നെ ഈ ലോ ബ്രൈറ്റ്നസിലുള്ള ഫ്ലിക്കറിംഗ് ഉണ്ടല്ലോ, തലവേദന ഉണ്ടാക്കുന്ന ഫ്ലിക്കറിംഗ്, അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒക്കെ ഈ 2 ഫോൺസിന് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഫോൺസിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഈ 2 ഫോൺസിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ TWS ശരണം. എന്നാൽ ഈ 2 ഫോൺസിലും നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ലൗഡ് അല്ല, പക്ഷെ വരുന്ന സൗണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് ആണ്. സോ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ യൂസ് ഉണ്ടല്ലോ, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഫോൺ കോളിംഗ്, ക്യാമറ എടുക്കൽ, അതിലൊക്കെ യാതൊരു ഇഷ്യൂ ഇല്ല. സെയിം പെർഫോമൻസ് ആണ് ഈ 2 ഫോൺസിൽ കിട്ടുന്നത്. നല്ല സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ഇതാ കണ്ടില്ലേ, BGMI 2 ഫോണിലും 60 FPS അൺലോക്ഡ് ആയിട്ടാണ് വരുന്നത്. സോ നിങ്ങൾക്ക് 60 FPS സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഈവൻ ജൈറോ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. യെസ്, ബെഞ്ച് മാർക്ക് സ്കോർസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും Antutu എടുത്ത് നോക്കുകയാണെങ്കിൽ 12 Pro Plusലുള്ള Qualcomm Snapdragon 7S Gen 2 ഉണ്ടല്ലോ, അത് 12 Proയിൽ കൊടുത്തിരിക്കുന്ന Snapdragon 6 Gen 1 അപേക്ഷിച്ച് കൂടുതൽ Antutu സ്കോർ തരുന്നുണ്ട്. എന്നാൽ ഭയങ്കരമായ വ്യത്യാസം ഒന്നുമില്ല, ഏകദേശം സെയിം പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ബ്രാൻഡ് റിയൽമി ആയതുകൊണ്ട് ഒരു കാര്യം എന്തായാലും എടുത്തു പറയണം, ഇതിനേക്കാളും ബെറ്റർ ചിപ്സെറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതായത് നല്ല വാല്യൂ ഫോർ മണി പെർഫോമൻസ് ഉള്ള ഫോൺസ് തരുന്ന ഒരു ബ്രാൻഡ് ആയിരുന്നു റിയൽമി. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു ഓഫ്ലൈൻ സെൻട്രിക് ഒരു ആ ചൊവ വരുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, ഈവൻ റെഡ്മിയുടെ Note 13 സീരീസിലും ഒരു ഭയങ്കരമായ വാല്യൂ ഫോർ മണി ചിപ്സെറ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് നോർമൽ പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ അത് 2 ഫോൺസിന് കിട്ടുന്നുണ്ട്. 2 ഫോൺസിലും 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് 2 ഫോൺസ് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തവണയും അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഒക്കെ കയറ്റി തന്നിട്ടുണ്ട്. ആ ഒരു ഹോട്ട് ഗെയിംസ് ആൻഡ് ഹോട്ട് ആപ്സിന്റെ ഫീച്ചർ ഒക്കെ നമുക്ക് ഈ 2 ഫോണിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടത്തും കളയേണ്ടി വരും. ഓക്കെ, ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചാനൽ കിടപ്പുണ്ട്, ഓക്കെ, കണ്ടു നോക്കുക. നമ്മൾ ഈ താഴേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഗ്ലോബൽ സെർച്ച് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ കണ്ടില്ലേ, റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ആ വീഡിയോ കണ്ടു നോക്കുക. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 14 ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലേറ്റസ്റ്റ് റിയൽമി UI 5.0. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഓർമ്മയുണ്ടല്ലോ, റെഡ്മിയുടെ Note 13 സീരീസിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വന്നത്. 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റിന്റെ പ്രോമിസ് റിയൽമി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വേണമെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ ചെയ്യാം. നിങ്ങൾ കാണാൻ താല്പര്യം
താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. അതായത് റിയൽമി 12 Pro Plus വേഴ്സസ് റെഡ്മി നോട്ട് 13 Pro Plus. ഇനി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ്. സോ ഈ രണ്ട് ഫോണുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ഓൾറെഡി കണ്ടു, പെർഫോമൻസിലായിരുന്നു. ഓക്കെ, ചിപ്സെറ്റിൽ. സെക്കൻഡ് വ്യത്യാസം ഇതിന്റെ ക്യാമറ സെറ്റപ്പിലാണ്. റിയൽമി 12 Pro Plusൽ 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. റിയൽമി 12 Proയിലും 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും 12 Pro Plusൽ 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറയാണ് തന്നിരിക്കുന്നത്. 12 Proയിൽ 2x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. ഓക്കെ, സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏതാണ് ബെറ്റർ ക്യാമറ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റിയൽമി 12 Pro Plus ആണ് ബെറ്റർ ക്യാമറ. ആക്ച്വലി മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, വളരെ സിമിലർ ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ചില ഫോട്ടോസ് 12 Pro Plusലാണ് ബെറ്റർ ആയിട്ട് വരുന്നത്, ചില ഫോട്ടോസ് നോക്കുമ്പോൾ 12 Proയിലാണ് ബെറ്റർ. ഓക്കെ, പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 12 Pro Plusലുള്ള ഫോട്ടോസിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളതുപോലെ തോന്നും. 12 Pro Plus വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോ കുറച്ചും കൂടി നാച്ചുറൽ കളർ ടോണിലാണ് വരുന്നത്. ഓക്കെ, എന്നാൽ 12 Pro Plusന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ഇതിന്റെ 3x പെരിസ്കോപ്പ് ക്യാമറയാണ്. സോ കുറച്ചും കൂടി ക്ലോസ് അപ്പ് ആയിട്ട് നമുക്ക് ഇതുപോലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞാൻ 2x പോർട്രേറ്റ് ആൻഡ് 3x പോർട്രേറ്റ് സൈഡ് ബൈ സൈഡ് കാണിക്കുന്നുണ്ട്. സെൽഫി ഫോട്ടോസിൽ നോ ഡൗട്ട് 12 Pro Plus ആണ് ബെറ്റർ. എനിക്ക് തോന്നുന്നത് ആ ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് 12 Pro Plusൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാവാം ഡീറ്റെയിൽസ് ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും ഓവറോൾ സെൽഫി ഫോട്ടോസ് ബെറ്റർ ആയിട്ട് വരുന്നത് 12 Pro Plusലാണ്. അതിനോടൊപ്പം തന്നെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, 4K വീഡിയോസ് രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു ക്ലാരിറ്റിയും ഡീറ്റെയിൽസ് കൂടുതൽ 12 Pro Plusലാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് വീഡ് ആയിട്ട് തോന്നി, അതായത് രണ്ട് ഫോൺസിന്റെ മെയിൻ ക്യാമറ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ EIS ഉണ്ടല്ലോ, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ, അത് റിയൽമി 12 Pro Plusൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കണ്ടു നോക്കുക, കണ്ടില്ലേ? ആ ഒരു 12 Proന്റെ വീഡിയോയിൽ അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ട്, 12 Pro Plusന്റെ വീഡിയോയിൽ ഷെയ്ക്ക് ഒന്നുമില്ല, അത്യാവശ്യം സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ 12 Pro Plus വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും. അത് 12 Proയിൽ പോസിബിൾ അല്ല. പിന്നെ 12 Pro Plus വെച്ച് നമുക്ക് വേണമെങ്കിൽ 120x വരെ എടുക്കാൻ പറ്റും, പക്ഷേ അത് വാട്ടർ കളർ പെയിന്റിംഗ് പോലെ ഇരിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് ഓപ്ഷൻ വെച്ച് നമുക്ക് 6x വരെ എടുക്കാൻ പറ്റും. 12 Proയിൽ 4x വരെ എടുക്കാം. ഞാൻ രണ്ടിന്റെയും ആ ഒരു സൂം ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 12 Pro Plusന്റെ സൂം ഫോട്ടോസിലാണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളത്. പിന്നെ രണ്ട് ഫോൺസിലും NFC-യുടെ സപ്പോർട്ട് വരുന്നില്ല. സോ 12 Proയിൽ ഇല്ല, ഓക്കെ, അറ്റ്ലീസ്റ്റ് 30,000 റുപ്പീസ് വരുന്ന 12 Pro Plusലെങ്കിലും റിയൽമി ആ ഒരു NFC-യുടെ സപ്പോർട്ട് കൊടുക്കേണ്ടായിരുന്നു. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഹാപ്റ്റിക്സ്, അതൊക്കെ രണ്ട് ഫോൺസിലും നല്ലോണം വർക്ക് ആവുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, റിയൽമി 12 Pro Plusന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 29,999 രൂപ. റിയൽമി 12 Proയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 25,999 രൂപ. ഈ രണ്ട് ഫോൺസിലും ICICI ബാങ്കിന്റെ ഓഫർ ഉണ്ട്. സോ 2,000 റുപ്പീസിന്റെ ഓഫ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനും പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ജസ്റ്റ് ഡീസെന്റ് ആണ്. ഭയങ്കരമായിട്ട് വാല്യൂ ഫോർ മണി പ്രൈസ് എന്ന് പറയാൻ പറ്റൂല, എന്നാൽ ഭയങ്കര മോശമല്ല, ഡീസെന്റ് ഓക്കെ പ്രൈസിങ്ങിലാണ് വന്നിരിക്കുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ റിയൽമി 12 Pro വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയാണ്, സെയിം ഡിസൈൻ, സെയിം ഡിസ്പ്ലേ, ഈവൻ പെർഫോമൻസിനും വലിയ മാറ്റമൊന്നുമില്ല. ഏക വ്യത്യാസം ആ ഒരു 3x ക്യാമറയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സെൽഫി ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നത് 12 Pro Plusലാണ്. പക്ഷേ നിങ്ങൾക്കത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ചിരിക്കും. സോ നിങ്ങളൊരു സാധാരണ കസ്റ്റമറാണ്, നോർമൽ യൂസിന് വേണ്ടിയൊക്കെയാണ് ഫോൺ വാങ്ങുന്നതെങ്കിൽ 12 Pro is more than enough. ഓക്കെ, Pro Plusലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് റെഡ്മി നോട്ട് 13 Pro Plusന്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, കണ്ടു നോക്കുക. കമ്പാരിസൺ ഒക്കെ വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.